24 ഇംപാക്ട്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഫോൺ പിടികൂടിയ സംഭവത്തിൽ ഇടപെട്ട് പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പൂജപ്പുര പോലീസ് ജയിലിലെത്തി ഫോൺ കസ്റ്റഡിയിലെടുത്തു. ഫോൺ പിടികൂടിയ വിവരം സ്റ്റേഷനിൽ അറിയിച്ചെങ്കിലും നേരത്തെ പോലീസ് നടപടിയെടുത്തിരുന്നില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തിരുവനന്തപുരത്ത് നിന്ന് റിനു, രാഷ്ട്രീയ തടവുകാർ ഡ്യൂട്ടിക്ക് നിന്ന ആശുപത്രിയിലെ സ്റ്റോറിൽ നിന്നാണ് ഈ ഫോൺ കണ്ടെടുത്തത്. 7 ദിവസം വേണ്ടി വന്നു അതിൽ ആ ഫോണൊന്ന് കൈപ്പറ്റാൻ, അല്ലെങ്കിൽ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോകാൻ, അല്ലേ? തീർച്ചയായും ഗോകുൽ, ഈ മാസം 7-നാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത്. ഈ ജയിലിലെ ഹോമിയോ ഡിസ്പെൻസറിക്കുള്ളിൽ നിന്ന്, അതായത് മരുന്ന് ശേഖരണത്തിന്റെ ഇടയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ ഫോൺ. ഉടൻ തന്നെ ജയിൽ അധികൃതർ പൂജപ്പുര പോലീസിന് വിവരം അറിയിച്ചു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുവാൻ അവർ കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. എന്തായാലും FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ ഈ ജയിലിലെത്തി ഫോൺ കൈക്കലാക്കുക അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക നടപടിക്രമങ്ങൾ നടത്തിയില്ല. ഇന്നലെ 24 വാർത്തയെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക ഇടപെട്ടു. അദ്ദേഹം പൂജപ്പുര CIക്ക് കർശന നിർദ്ദേശം നൽകി അടിയന്തരമായി ഫോൺ കസ്റ്റഡിയിലെടുത്ത് തുടരന്വേഷണം നടത്തണമെന്നുള്ളത്. തുടർന്നാണ് പൂജപ്പുര പോലീസ് ജയിലിലെത്തി ഇപ്പോൾ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി CDR രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഈ രാഷ്ട്രീയ തടവുകാർ, അതായത് പോത്തൻകോട് റെജി വധക്കേസിലെ പ്രതിയായിട്ടുള്ള വിനീത്, ഒപ്പം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ SDPI പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് അസ്ലം, ഇവർ രണ്ടുപേരുമാണ് ആ സ്റ്റോറിൽ ജോലി ചെയ്തിരുന്നത്. ഇവരെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഗോകുൽ, ശരി റിനു, ഏതായാലും ഒടുവിൽ പോലീസ് നടപടിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്നലെയാണ് 24 ഈ വാർത്ത പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് കേസെടുത്തിട്ടും ഫോൺ ഏറ്റുവാങ്ങാതിരുന്ന പൂജപ്പുര പോലീസ് നടപടികളിലേക്ക് കടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.